നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം 2026 മെയ് മാസം 22-ാം തീയതി, അതായത് 1201 ഇടവ മാസം 8-ാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:05, അസ്തമയം വൈകിട്ട് 6:37. നാളത്തെ രാഹുകാലം വെള്ളിയാഴ്ച 10:30 മുതൽ 12 മണി വരെയുള്ള പകൽ സമയം. ആ 1.5 മണിക്കൂർ ദൈർഘ്യ സമയം നാം ശുഭാശുഭങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നിങ്ങൾക്കറിയാം, നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ സപ്തമി തിഥിയാകുന്നു. സപ്തമി വെളുത്തപക്ഷത്തിലെ ശക്തമായൊരു തിഥിയാണ്. വെളുത്തപക്ഷത്തിൽ 5-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഷഷ്ടി, സുബ്രഹ്മണ്യ ഷഷ്ടി നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു തലേ ദിവസം. നാളെ വെളുത്തപക്ഷത്തിലെ 7-ാം തിഥി നല്ല തിഥിയാണ്. നാളത്തെ നക്ഷത്രം പക്ഷേ അത്ര ഗുണമുള്ളൊരു നക്ഷത്രമല്ല. നാളെ ആയില്യം നക്ഷത്രമാണ്. നാളെ ഭദ്രകാളി പൂജയൊക്കെ ചെയ്ത് ശത്രുസംഹാരത്തിന് പറ്റിയ ദിവസമാണ് ആയില്യം. നിഗൂഢമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് ശത്രുവിൻ്റെ ഉന്മൂല നാശം വരുത്തുവാൻ അനുകൂലമായ ദിവസമാകുന്നു വെള്ളിയാഴ്ചയും ഭദ്രകാളിക്ക് ആയില്യം നക്ഷത്രം. ആയില്യം ഒരു വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. യാത്ര പോയാൽ ഒരാൾ തിരിച്ചു വരാത്ത നക്ഷത്രമാണ്. അതിനാൽ ശുഭകാര്യങ്ങൾക്കൊന്നും നാളത്തെ ദിനം അനുകൂലമല്ല. വെള്ളിയാഴ്ചയാണ്. സ്ത്രീകളും ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിവസവുമാകുന്നു. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സർപ്പപ്രീതി ചെയ്യാൻ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നാഗയക്ഷി തുടങ്ങിയ സങ്കേതങ്ങളിൽ സർപ്പപ്രീതി ചെയ്യുന്ന വളരെ ഗുണമാണ്. അപ്രകാരം തന്നെ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ആയില്യം, തൃക്കെട്ട, രേവതി ഈ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ബുധനാണ്. അതിനാൽ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നരസിംഹ പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം ഗുണപ്രദമായിരിക്കും നാളത്തെ ദിനമെന്ന് അറിയുക. നാളെ നിങ്ങൾക്ക് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന മന്ത്ര ജപത്തിലൂടെ സർവ്വകാര്യങ്ങൾക്കും നല്ല ഒരു അനുകൂലമായ പോസിറ്റീവ് വൈബ്രേഷൻസ് പ്രദാനം നരസിംഹസ്വാമി ചെയ്യും, സംശയമില്ല. അപ്രകാരം തന്നെ നരസിംഹസ്വാമിക്ക് ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യുർ നമാമ്യഹം എന്ന പ്രാർത്ഥന വളരെയധികം എന്ത് ചെയ്യപ്പെടും, ഓറ സൃഷ്ടിക്കപ്പെടും. പ്രത്യേകിച്ച് നരസിംഹസ്വാമിയുടെ രൂപം മനസ്സിൽ കണ്ട് ജപിച്ചാൽ വളരെയധികം ഗുണകരമായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ശോഭനമായ നാളത്തെ ദിനം ആശംസിക്കുന്നു. നാളെ വിശേഷിച്ച് ഞാൻ പറഞ്ഞു ആയില്യം നക്ഷത്രമാണ്. മുഹൂർത്തങ്ങളൊന്നും അനുകൂലമല്ല. കാരണം ഗണ്ടാന്ത നക്ഷത്രവുമാണ് ആയില്യം കാലത്ത് മുതൽ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യമുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 1:05 മുതൽ 2 മണി വരെയുള്ള സമയം സ്വീകരിക്കുക. നമസ്തേ.